റമദാൻ ആദ്യ 10 ദിവസം പിന്നിട്ട് പാപമോചനത്തിന്റെ ദിനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിക്കും. റമദാനിലെ ആദ്യത്തെ 10 ദിവസം കാരുണ്യത്തിന്റേതാണെങ്കിൽ രണ്ടാമത്തെ 10 പാപമോചനത്തിന്റേതാണെന്നാണ് വിശ്വാസം. വിശ്വാസികളുടെ പാപങ്ങൾ പൊറുക്കാൻ സാധ്യത കൂടുതലുള്ള ദിനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വിശ്വാസികൾ പാപമോചന പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കും. ചെയ്തുപോയ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള സുവർണാവസരമായാണ് ഈ ദിനങ്ങളെ കാണുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ നിർണായകമായ ബദർ യുദ്ധം നടന്ന ദിവസവും രണ്ടാമത്തെ 10-ലാണ്. ഹിജ്റ 2-ാം വർഷം റമദാൻ 17-നാണ് യുദ്ധം നടന്നത്. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിലേക്ക് ഇനി മുതൽ തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിക്കും. തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഹറം പള്ളികളിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഒരൊറ്റ ദിവസം 5 ലക്ഷത്തിലേറെ പേർ ഉംറ നിർവഹിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ അത് വർദ്ധിക്കുമെന്നാണ് സൂചന. ഉംറ നിർവഹിക്കാനും മറ്റു ആരാധനാ കർമ്മങ്ങൾക്കുമായി ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ദിനംപ്രതി മക്കയിലെ ഹറം പള്ളിയിലെത്തുന്നുണ്ട്. 3-ാം ഘട്ട ഹറം വികസന പദ്ധതി കഴിഞ്ഞ ദിവസം തീർത്ഥാടകർക്ക് തുറന്നുകൊടുത്തു. റംദാനിലെ ഏറ്റവും പുണ്യമേറിയ അവസാനത്തെ 10 ദിവസങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.